ഈ ചലച്ചിത്രം കാണാൻ വന്ന അമ്മമാർക്കും സഹോദരി സഹോദരന്മാർക്കും കേരള സംസ്ഥാനത്തിൽ ഒരു ചെറിയ മലയാള ചലച്ചിത്രം പുതുമുഖങ്ങളെ കൊണ്ട് അവതരിപ്പിക്കുന്നു. ഈ കലാരൂപത്തിൽ അപാകതകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. മോനെവിടെ? മോനെ ചിത്തിരേ, ഞാൻ പറഞ്ഞതൊക്കെ ചെയ്തോ? ഓ ചെയ്തു. പിടിക്കൻ. ഞാൻ ഉടനെ റെഡിയാകും. സാർ എപ്പോ എത്തും? 5 മണി. ആ വരുന്നേട്ടാ. ഇത് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. 1600 രൂപയുണ്ട്. റബ്ബറിന്റെ വിലയും വിളവും കൂടി. ദേവിയും കുട്ടികളും ഇവിടെ. ദേവിയുടെ കൂടെ പൂജ നടത്തുന്നു. ഞാൻ വരുന്നു. മക്കള് അകത്തേക്ക് ഈ ആഴ്ച റബ്ബറിന്റെ വിലയും വിളവും കൂടുതലാണത്രേ. 1200 രൂപയുണ്ട്. ചേച്ചി, ഇത് സ്വാമിയുടെ അനുഗ്രഹമാണ്. അപ്പോയിൽ നിന്നും വാങ്ങിയ 10,000-ൽ നിന്നും 1000 തിരികെ കൊടുക്കാം. ശരി, അങ്ങനെ ആവട്ടെ. എന്താ? അപ്പോ ഇവിടെ കാപ്പി കുടിക്കുകയാണ്. ഇരിക്കൂ. തമ്പിയുടെ സഹോദരി വന്നിട്ടുണ്ട്. അകത്തേക്ക് വരാൻ പറഞ്ഞു. ശരി. അകത്തേക്ക് വരാൻ പറഞ്ഞു. കാപ്പി കുടിക്കുന്നു? വേണ്ട. അപ്പുവിന്റെ പണം കൊണ്ട് ക്ഷേത്രം പണിയൊക്കെ ഭംഗിയായി. വരുമാനം വർദ്ധിച്ചു. കടം വാങ്ങിയ രൂപയിൽ നിന്നും 1000 രൂപ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനാണോ ഇപ്പൊ വന്നത്? നാളെ വിഷുവാണ്. വിഷുവിന് മുമ്പ് തരണമെന്ന് തീരുമാനിച്ചതാണ്. കിട്ടിയപ്പോ ഉടനെ ഇനി കൊണ്ടുപോന്നു. ഇതാ. അവിടെ വെച്ചോളൂ. ശരി. ദേവി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇപ്പൊ എന്ത് ചെയ്യുന്നു? കുട്ടികളെ ട്യൂഷൻ പഠിപ്പിക്കുന്നു. പിന്നെ IAS എഴുതിയിട്ടുണ്ട്. രവി എന്ത് ചെയ്യുന്നു? IPS ട്രെയിനിങ്ങിലാണ്.
ദേവിയെ പേരനറിയോ? എന്റെ കൂടെ കോളേജിൽ പഠിച്ചിട്ടുണ്ട്. BA ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പു, ദേവി പുരുഷന്മാരുടെ മുഖത്ത് നോക്കത്തില്ല. മോളെ, നമ്മുടെ സ്കൂളിൽ ടീച്ചറോ ക്ലർക്കോ ആയി ജോലി നോക്കും. ശരി, തിങ്കളാഴ്ച തന്നെ ജോലി പ്രവേശിച്ചോളൂ. വളരെ സന്തോഷം. വരട്ടെ. ചേച്ചി, ഒരു സന്തോഷ വാർത്ത. എനിക്ക് ജോലി കിട്ടി. എന്ത് ജോലി? എവിടെ? അപ്പുവിന്റെ സ്കൂളിൽ ടീച്ചറായിട്ട്. ദൈവാനുഗ്രഹം. നാളെ വിഷുവാണ്, ക്ഷേത്രത്തിൽ പോണം. വാ മോനെ. ചിത്തിരേ. ദേവി സ്കൂളിൽ പോകുന്നില്ലേ? സ്കൂളിൽ ഇന്ന് വിഷു ലീവാണ്. ട്യൂഷൻ കുട്ടികൾ വരും. Convert into passive voice. Raju killed a snake. Raju is subject, snake is object. This is active voice. ലല്ലു, ഹാപ്പി വിഷു. ചേച്ചി, നക്ഷത്രമൊത്തെ ഇങ്ങിണി പൊന്മണി പൊന്നത്തപ്പൂവേ. ചിത്തിര ചിത്തിര നക്ഷത്രമൊത്തെ ഇങ്ങിണി പൊന്മണി പൊന്നത്തപ്പൂവേ. ആനന്ദമേകുന്ന സൗഭാഗ്യമേ, ആനന്ദമേകുന്ന സൗഭാഗ്യമേ. വാ വാ മുത്തങ്ങൾ ചൂടാൻ. ചിത്തിര ചിത്തിര നക്ഷത്രമൊത്തെ ഇങ്ങിണി പൊന്മണി പൊന്നത്തപ്പൂവേ. ചിത്തിര ചിത്തിര നക്ഷത്രമൊത്തെ ഇങ്ങിണി പൊന്മണി പൊന്നത്തപ്പൂവേ. പിച്ച വെച്ചു പൂവിരിച്ചു, മുറ്റമാകെ പൂക്കളിട്ടു. കണ്ണുകളിൽ കാന്തി ചിന്തി വളരുന്ന കണ്ണടിയേ. പിച്ച വെച്ചു പൂവിരിച്ചു, മുറ്റമാകെ പൂക്കളിട്ടു. കണ്ണുകളിൽ കാന്തി ചിന്തി വളരുന്ന കണ്ണടിയേ. താമര താമര കൈകളാൽ ഭൂമിയിൽ ചന്ദനം ചാർത്തിയും ഇത്തിരി കരിളം ചുണ്ടിനാൽ പുഞ്ചിരിത്താനൊളി തൂകിയും
ചേച്ചി, ഈ കോവിലിന്റെ അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ട്. ചേച്ചിക്കറിയാമോ, എനിക്ക് 9 വയസ്സുള്ളപ്പോൾ എന്റെ അണ്ണനെ കാണാതെ പോയി. ആ വിഷമത്തിൽ ഞാനും അച്ഛനും അമ്മയും കൂടി ശബരിമലയിൽ പോയി. അതിനുശേഷം അമ്മ പറഞ്ഞു തിരുപ്പതിയിൽ പോകാമെന്ന്. അച്ഛനും ഞാനും പറഞ്ഞു ഗുരുവായൂരിൽ പോയാ മതിയെന്ന്. എന്നിട്ട് പക്ഷേ അമ്മയുടെ ആഗ്രഹപ്രകാരം ഞങ്ങൾ തിരുപ്പതിയിൽ പോയി. തിരുപ്പതിയിൽ ട്രെയിൻ ഇറങ്ങുമ്പോൾ എന്റെ സ്വർണ്ണമാല കാണാതെ പോയി. അച്ഛനും അമ്മയും മലയിൽ പടികയറിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പടി കയറാതെ മാല പോയ വിഷമത്തിൽ കരഞ്ഞുകൊണ്ടിരുന്നു. ഈ അവസരത്തിൽ ഒരപ്പൂപ്പൻ എന്നെ വിളിച്ച് ഒരു കാശുമാല കാണിച്ചുകൊണ്ട് ഇത് ധരിച്ചുകൊള്ളാൻ പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, മോളുടെ അണ്ണനെ കാണാതെ പോയോ എന്ന്. ഞാൻ അതേന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോൾ അച്ഛന്റെ അമ്മയുടെയും കൂടെ 7 മല കയറിപ്പോയി ദർശനം നടത്തൂ. അതിനുശേഷം 7 ദിവസം കഴിഞ്ഞ് അണ്ണൻ വീട്ടിൽ വന്നെത്തുമെന്നും പറഞ്ഞു. ഞാൻ കണ്ണീർ തുടച്ചിട്ട് നോക്കിയപ്പോ ആ അപ്പൂപ്പനെ കാണാനില്ലായിരുന്നു. ഞാൻ അച്ഛന്റെ അമ്മയുടെയും കൂടെ ദർശനം നടത്താൻ പടി കയറി. എനിക്ക് രൂപ വേണ്ട. ഞാൻ ഗുരുവായൂരിൽ താമസം മാറുകയാണ്. മോളൊരു ഭാഗ്യക്കുറി വാങ്ങും. ദൈവാനുഗ്രഹം ഉണ്ടാകും. ഒരു ഭാഗ്യക്കുറി വേണം. ഒന്നുമൊഴിയോ? പലോചന കണക്ക് കുറിക്കുകയാണോ? ഇതാ ഞാൻ വന്നിരിക്കുന്നത് 25 ലക്ഷം രൂപയുമാണ്. 25 ലക്ഷം രൂപയോ? നീ എന്തു പറയുന്നു? പൂജാരി തന്ന രൂപ കൊണ്ട് ഞാൻ 25 ലക്ഷം രൂപയ്ക്കുള്ള ഒരു ടിക്കറ്റ് എടുത്തു. ആ ചേച്ചി തന്നെ ഇത് വെച്ചോളൂ. വേണ്ട, നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. 25 ലക്ഷം ഒന്നും സൂക്ഷിക്കാൻ എന്നെ കൊണ്ടാവില്ല. എനിക്ക് സൂക്ഷിക്കാൻ യാതൊരു പ്രയാസമില്ല. കിട്ടിയാൽ ചില പ്ലാൻ ഉണ്ട്. എന്ത് പ്ലാൻ? അത് അപ്പോൾ പറയാം. ഇപ്പോൾ കളരി പിടിപ്പിക്കാൻ പോകുന്നു. ലല്ലു. പേരിന് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം. ജാതി ഏതായാലും കുഴപ്പമില്ല. അപ്പോ എങ്ങനെ? അതുപോലെയാണ് ഞാൻ. എനിക്കിതിലൊന്നും താല്പര്യമില്ല. അപ്പോ ഇതിനെക്കുറിച്ച് ഇനി എൻ്റെ അടുത്ത് സംസാരിക്കരുത്. അകത്തോട്ട് വാ. അവിടെ ഇരുന്നോ. ഇപ്പൊ ശരിയാക്കാം. ധൈര്യപ്പെടാതിരി. പിന്നെ റെഡി ആയ? റെഡി. പൊടിയാ, ഡിക്കിഷൻ ചായ ഉണ്ടോ? ആ ഉണ്ട്. വെള്ളച്ചായ ഉണ്ടോ? ഉണ്ട്. അകത്തോട്ട് വാ. അയ്യോ, ഇവിടെ വെള്ളച്ചായ. ഇപ്പൊ തരാം. അവിടെ ഇതെന്തൊരു കുടിയാണ് മനുഷ്യ, ഒന്ന് മതിയാക്കൂ. ഇന്ന് വിഷു ആണ് ലക്ഷ്മി. അയ്യോ, പൊടിയാ കിടക്കുകയാണ്. വരാൻ പറയും. ശരി. ചേട്ടാ തമ്പി സാർ വന്നിരിക്കുന്നു.
ക്ഷമിക്കണം, ഉറങ്ങിപ്പോയി. സമയമായി, പെട്ടെന്ന് വാ. ഹൗസ്ഫുള്ളായോ? ഹൗസ്ഫുള്ള്. നമുക്കൊന്ന് ഫുള്ളാവണ്ടേ? വാ, കേറ്. അയ്യോ, വിട്ടോ വിട്ടോ. സാറേ, ഞാൻ വല്ലതും കഴിക്കാൻ വാങ്ങിച്ചോണ്ട് വരാം. ബാക്കി രൂപ തരാൻ പറ്റില്ല. കുടിച്ച വയറ്റി കിടക്കണം. ബാക്കി രൂപയോട് അയ്യോ വലിയത് വിടാ. ആരാടാ ഇവിടെ തല്ലിയേ? പൊടിയന് വേണ്ടി അല്പം തല്ലുകൂടേണ്ടി വന്നു. എന്തിനാ ചേട്ടാ വെറുതെ തല്ലുകൂടാൻ പോകുന്നത്? വന്നാ വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഇന്നും ചാരായം കുടിച്ചിട്ടുണ്ടല്ലേ? ആ, ഒരല്പം. Sit down. Dear students, I am Devi, your teacher from today. Today's class is about the story of Indulekha. Indulekha is a great novel in Malayalam. It was written by Chandu Menon. Indulekha was extremely most beautiful young woman. She had a black, long, luxurious hair. Now you have listened to the story of Indulekha. All of you can write the story of Indulekha in short form in your own words. She was 18 years old at the time of this story. Indulekha had met her uncle's son Madhavan, who was distant relative. They spent most of the time each other. Their friendship grew into true love. That didn't reveal to each other
Her grandfather Panchamenon was the Karanavar of the family. He was very much against their love and marriage. But the family thought that they both made an ideal pair. Eventually, the grandfather agreed to their love and performed the marriage. Indulekha and Madhavan lived happily thereafter. Today, all of you close your textbooks and open your notebook. വരൂ. 25 ലക്ഷം രൂപ വെള്ളറുടെ നിന്നും എടുത്ത ടിക്കറ്റിനാണ് അടിച്ചിരിക്കുന്നത്. ആർക്കാണെന്ന് അറിയില്ല. ഞാനും എടുക്കുന്നു ഭാഗ്യം തുണയ്ക്കാൻ. പക്ഷേ പണം മാത്രം നഷ്ടം. എടോ, നിന്നെ പോലെ ഈ ഞാൻ ഭാഗ്യം കെട്ടവനല്ല. വെള്ളറടയിൽ നിന്നും 25 രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമാണ്. കേട്ടോടാ കള്ള. അതുകൊണ്ട് 25 ലക്ഷം എനിക്ക് തന്നെ. നീ നമ്പർ ഒന്ന് പറ. ടിക്കറ്റ് എടു. നോക്കട്ടെ, അടിച്ചോന്ന് നോക്കാം. 2, 2, 6, 6, 7, 7. ഞാൻ പണക്കാരനായേ. ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ ഞാനാണ്. പൈസ ആർക്ക് വേണമെങ്കിലും എനിക്ക് ലോട്ടറിയുണ്ട്. ഈ നാട്ടിലെ വലിയ പണക്കാരനാണ്. നിനക്ക് എന്നോട് എന്ത് വേണമെങ്കിലും ചോദിക്കാം. എന്ത് വേണം പറ പറ. എനിക്കൊന്നും വേണ്ട. ചേച്ചി, അണ്ണനെവിടെ? അകത്തുണ്ട്. ചേട്ടാ, എന്താ വിശേഷം? പൊടിയന് ലോട്ടറി അടിച്ചു. 25 ലക്ഷം രൂപ. സന്തോഷം കൊണ്ട് കൂത്താടി. ഞാൻ പോയി നോക്കിയേ. ലല്ലു. ചേട്ടാ, ചേട്ടാ, ലോട്ടറി എവിടെ? എഴുന്നേക്കൂ. ചേട്ടാ, ചുമ്മാ ഇരിക്കേ. ചേട്ടാ, ചേട്ടാ, ലോട്ടറി എവിടെയെന്ന്? എഴുന്നേക്കൂ ചേട്ടാ. നോക്ക് സാർ, എഴുന്നേക്കുന്നില്ല. വെള്ളം കൂടെ. മെല്ലെ മെല്ലെ. സാറേ, എനിക്ക് 25 ലക്ഷം രൂപ അടിച്ചു. ഈ നാട്ടിലെ വലിയ പണക്കാരനാണ് ഞാൻ. എന്താണ് വേണ്ടതെന്ന് വെച്ചാ തമ്പി സാറ് തന്നെ ചെയ്തു തരണം. ചെയ്തു തരാം. ആദ്യം നോക്കാം, അപ്പൂനെ കാണാം. വാ. അല്ല തമ്പിയോ, എന്താണ്? നമ്മുടെ പൊടിയന് ഭാഗ്യക്കുറി അടിച്ചു. 25 ലക്ഷം രൂപ. ആ, പേപ്പറിൽ ഞാൻ ഫലം കണ്ടു. പൊടിയനെവിടെ? പുറത്ത് നിൽക്കുന്നു. വിളിക്ക്. പൊടിയാ, വാ. ടിക്കറ്റ് എവിടെ? തമ്പി, നീ നമ്പർ ചെക്ക് ചെയ്തില്ലേ? ഒരു നമ്പർ വ്യത്യാസമാണല്ലോ. 226677 പകരം 226877 ആണ്. അപ്പു സാറേ, ഒന്നുകൂടെ നോക്കണം. ഇല്ല പൊടിയാ, നിനക്ക് അടിച്ചില്ല. അപ്പു സാറേ, ഒന്നുകൂടെ നോക്കണം. എന്റെ 25 ലക്ഷം പോയി. ഞാൻ ലക്ഷാധിപരല്ല. അയ്യോ. ദേവി, എന്താ അണ്ണാ? പൊടിയൻ ലോട്ടറി അടിച്ചില്ല. 22, 66, 77 ഒരു നമ്പർ മാറിപ്പോയി. ദേവി, നീ എടുത്ത ടിക്കറ്റിന്റെ നമ്പർ നോക്കിയോ? ഇല്ല, ടിക്കറ്റ് ക്ഷേത്രത്തിൽ വെച്ചിരിക്കുന്നു. പോയി നോക്കിട്ട് വാ. ശരി. വെങ്കടേശ്വര, ചേച്ചി, ചേച്ചി, നമ്മുടെ ലോട്ടറിക്ക് 1 സമ്മാനം ലഭിച്ചു. അതെയോ? ചേട്ടാ, ചേട്ടാ, എന്താ? നമ്മുടെ ലോട്ടറിക്ക് 1 സമ്മാനം ലഭിച്ചു. എവിടെ നോക്കട്ടെ. അതെ, ഇത് തന്നെ, ഈ നമ്പർ തന്നെ. നമുക്ക് ഈ വിവരം അപ്പൂനെ അറിയിക്കാം. ദേവി വരൂ. അപ്പു, ദേവിയുടെ ഭാഗ്യക്കുറിക്ക് 1 സമ്മാനം ലഭിച്ചു. ആ ടിക്കറ്റ് ദേവിയുടേതാണോ? അതെ. ഇതാണോ? സന്തോഷം.
കിട്ടേണ്ട ആൾക്ക് തന്നെ കിട്ടി. അപ്പൊ ഇത് സൂക്ഷിക്കണം. വേണ്ട മോളെ, ബാങ്കിൽ ഏൽപ്പിക്കുന്നതാണ് എന്നെക്കാൾ സുരക്ഷിതത്വം. ബാക്കി കാര്യങ്ങൾ ചെയ്തു തരാൻ ഞാൻ ബാങ്കിൽ വിളിച്ച് സംസാരിക്കാം. എന്നാ വരട്ടെ. ശരി. തമ്പി സാറില്ലേ ചേച്ചി? ഇല്ല, എന്താ കാര്യം? തമ്പി സാറിനെ അപ്പു അന്വേഷിക്കുന്നു. വന്നാൽ ഉടനെ ചെല്ലാൻ പറഞ്ഞു. വന്നാൽ ഉടനെ പറയാം. ശരി. തിയേറ്റർ എവിടെയാണ്? ആശുപത്രിയിൽ. ഞാൻ ചോദിച്ചത് ഓപ്പറേഷൻ തിയേറ്റർ അല്ല, സിനിമാ തിയേറ്റർ. അതവിടെ. ഇവനാണ്. പൊടിയൻ മാനേജർ ഉണ്ടോ? പൊടിയ മാനേജരല്ല, ഓപ്പറേറ്ററാ. മാനേജറോ ഓപ്പറേറ്ററോ പൊടിയൻ വിളിച്ചാൽ മതി. വിളിക്കാം. ഇതാരി? ഞാൻ സുന്ദരി, പറഞ്ഞാൽ അറിയും. കേറി വാ. പിള്ളേരുടെ നിൽക്കും, ഞാൻ വിളിക്കാം. പൊടിയന്റെ മകനാണോ? അച്ഛനെവിടെ? ഇതാ. കോമള, ഇത് തന്നെ പൊടിയൻ ചേട്ടൻ. ഇതാണോ ചേച്ചിയുടെ ചേട്ടൻ? അതെ. സുന്ദരിയും സുശീലയും എന്റെ ചേച്ചി ഈ കുരങ്ങനെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അല്ലയാ, എന്റെ ചേച്ചി സ്വീകരിച്ചില്ലെങ്കിൽ കുത്തി കുടഞ്ഞെടുക്കും. സുന്ദരി, ഇതാരാണ്? കോമളൻ, എന്റെ അനുജൻ. ഇപ്പൊ ജയിലിൽ നിന്ന് വന്നതേ ഉള്ളൂ. നിന്നെക്കാൾ അപ്പുറം അഭ്യാസം എനിക്കറിയാം. ഇതെല്ലാണോ മാംസാണ്? ചേട്ടാ, നമുക്ക് ചേട്ടന്റെ വീട്ടിൽ പോകാം. പോവാ. സുന്ദരി, ഇപ്പൊ പോയ പ്രശ്നമാണ്. അതുകൊണ്ട് തൽക്കാലം ഞാനൊരു വാടക വീടെടുത്ത് തരാം. 2 ദിവസം കഴിഞ്ഞു പോവാ. ഒന്നും തോന്നരുത്. വരൂ അളിയാ. വരൂ. തമ്പിയോ, വാ ഇരിക്ക്. രാവിലെ ഞാൻ ആള് പറഞ്ഞയച്ചിരുന്നല്ലോ. ഞാനിപ്പോൾ വീട്ടിലെത്തിയതേ ഉള്ളൂ. ഉടനെ ഇങ്ങോട്ട് പോന്നു. തമ്പി, എനിക്ക് വയസ്സായി. ഞാൻ കാശിയിൽ താമസം മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ രവിക്ക് ഫോൺ ചെയ്തിരുന്നു. ഇതൊക്കെ വിൽക്കാനാണ് അവന്റെ നിർദ്ദേശം. എന്താണ് തമ്പിയുടെ അഭിപ്രായം? ഞാൻ എന്ത് പറയാം, എല്ലാം അപ്പുവിന്റെ ഇഷ്ടം. ഈ സ്വത്തൊക്കെ തമ്പിയുടെ അച്ഛന്റെ വകയായിരുന്നു. തമ്പിക്ക് അറിയാമോ? എന്തായാലും ഇതൊക്കെ നിങ്ങൾക്ക് തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിലയായി എന്താണ് തരാൻ ഇഷ്ടമെങ്കിൽ അതിങ്ങ് തരിക. ഞങ്ങൾ എത്ര രൂപയാണ് തരേണ്ടത്? വസ്തുവിന്റെ പകുതി വില തന്നാ മതി. ശരിയപ്പു, ഞാൻ പിന്നീട് വരാം. ശരി. അപ്പുവിന്റെ സ്വത്ത് പകുതി വിലയ്ക്ക് തരാമെന്ന് നീ എന്ത് പറയുന്നു? ഇത്രയും സ്വത്തുക്കൾ പകുതി വിലയ്ക്ക് കിട്ടുന്നത് നമ്മുടെ കുട്ടികളുടെ ഭാഗ്യമാണ്. നമുക്കത് വാങ്ങാം. ഗൗരി എന്ത് പറയുന്നു? ദേവി പറഞ്ഞതുപോലെ നമ്മുടെ ഭാഗ്യമാണ്. നാളെ തന്നെ വാങ്ങാനുള്ള ഏർപ്പാട് ചെയ്യാം. ഹലോ, ആരാ സംസാരിക്കുന്നേ? ഹലോ, പേരനല്ലേ? അപ്പുവോ? പേരാ. പഴയ വീടും തിയേറ്ററും 30 ഏക്കർ എസ്റ്റേറ്റും തമ്പിക്ക് കൊടുക്കുകയാണ്. ഞാൻ കാശിയിൽ പോകുന്നു. അപ്പു കാശിക്ക് പോകുമ്പോ മറക്കാതെ ഡീഡി എടുത്തോണ്ട് പോകണം. അടുത്ത ആഴ്ച വിളിക്കാം. ശരി, വെക്കട്ടെ. ദേവി, ഈ വീടിന്റെ താക്കോൽ നിന്റെ കയ്യിലിരിക്കട്ടെ. അണ്ണന്റെ കൈ കൊടുത്താൽ മതി. ദേവി നിന്റെ കുടുംബത്തിലെ മഹാലക്ഷ്മിയാണ്. അവളെ ഒരു തരത്തിലും വിഷമിപ്പിക്കരുത്. മോളെ, നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ചായ കിട്ടിയില്ല. എടുത്ത് കൊറേ. എന്തിനിവിടെ വന്നു? 2-3 ദിവസമായി വാടക ആക്കിയിട്ട്. അലിയുര കണ്ടില്ല. ചേച്ചിരിക്കേണ്ട വീട് ഇതാണ്. നീ അത്രോ ബാക്കിയാ നോക്കിക്കോളാം. ചായ അടി. എന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിനക്കെന്താണ് കാര്യം? ഇറങ്ങടി പുറത്ത്. നീ
കുട്ടാ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ. നമ്മൾ ഈ വീട്ടിൽ വന്നിട്ട് ഇതുവരെ എസ്റ്റേറ്റ് കാണാൻ പോയില്ല. നമുക്ക് കുട്ടികളെയും കൂട്ടി എസ്റ്റേറ്റ് കാണാൻ പോകാമോ ചേട്ടാ? അതെ എന്നാ നമുക്ക് എസ്റ്റേറ്റ് കാണാൻ പോവാം. ശരി, പോകാം. തമ്പി സാറേ, എന്താ പൊടിയാ? ഒരു ചെറിയ കാര്യം പറയാനുണ്ടെന്ന് പുറത്തേക്ക് വരണം. സാരമില്ല, പറയൂ. വീട്ടിനുള്ളിൽ രണ്ടാം ഭാര്യ സുന്ദരി വന്നതും തല്ലു തുടങ്ങി സാറ്. വിലക്കാൻ ചെന്ന എന്നെ രണ്ടും കൂടി തൂക്കിയെടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. സാറുടനെ വന്നെന്നെ രക്ഷിക്കണം. ലക്ഷ്മിയല്ല, വേറെ ഏത് ഭാര്യയായിരുന്നാലും അതേ ചെയ്യൂ. സ്വന്തം ഭർത്താവിനെ മറ്റൊരു സ്ത്രീക്ക് പങ്കുവയ്ക്കാൻ ഒരു ഭാര്യയും സമ്മതിക്കുകയില്ല. ഒരു തെറ്റ് പറ്റിപ്പോയി, ഇനി അങ്ങനെ ഉണ്ടാവൂല. ഞാൻ പോയി നോക്കിയേച്ചു വരാം. നിങ്ങൾ റെഡി ആയിരിക്കും. കണ്ടോ സാറേ, ഇയാൾ എന്നെ കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ ഏതാണ്ട് എടുത്തേ കൊണ്ടുവന്നിരിക്കണു. ഞങ്ങൾ കല്യാണം കഴിച്ചു 15 വർഷം കഴിഞ്ഞു. പക്ഷെ ഒരു കുഞ്ഞിക്കാല് കാണാനായില്ല സാറേ. ഇതൊരു പഴയ 35 mm പ്രോജക്ടർ. ഇപ്പോഴത്തേത് 70 mm പ്രോജക്ടർ. ലേറ്റസ്റ്റ് ആണ്. കുട്ടി കിട്ടും. എന്തായാലും നടന്നത് നടന്നു. ഇത് പൊടിയന് മാത്രമല്ല, ചിലർക്കൊക്കെ പറ്റുന്ന അബദ്ധമാണ്. പൊടിയനിപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഭാര്യമാരാണ്. ഇനിയെങ്കിലും ഒരുമിച്ച് ജീവിക്കാൻ നോക്കൂ. ആ മോനെ, അളിയനോട് സ്നേഹത്തോടെ പെരുമാറും. വാ. അകത്ത് പോകാം. ചേച്ചി, എത്ര മനോഹരമായ എസ്റ്റേറ്റ്! ഇത്രയും മനോഹരമായ എസ്റ്റേറ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ സന്തോഷം ആഘോഷിക്കുവാനായി ചേച്ചി ഒരു പാട്ട് പാടണം. എന്നെ കൊണ്ടാവില്ല, ചേട്ടനോട് പറയൂ. അപ്പോൾ അണ്ണൻ പാടൂ. അയ്യോ, എനിക്കാവില്ല. ദേവി എന്നെ പാടും. വേണ്ട വേണ്ട, തർക്കമൊന്നും വേണ്ട. നമുക്ക് നറുക്കിട്ടെടുക്കാം. ആരുടെ പേര് വീഴുന്നോ അവര് പാടണം. അത് ഐഡിയ. ചിത്തിര എടുത്തേ. അയ്യോ, അണ്ണൻ പാട് വെച്ചാ. ആ, പാടണം പാടണം. മണ്ണിൽ കതിർമാരി പെയ്യും നേരം മൗനം ഉള്ളിൽ സ്വരമായി മാറും നേരം മലർച്ചൂടി നിൽക്കും അഴകേ കുളിർക്കോരി നിൽക്കും പ്രിയതേ മാനം മണ്ണിൽ കതിർമാരി പെയ്യും നേരം മൗനം ഉള്ളിൽ സ്വരമായി മാറും നേരം ജന്മം തോറും വന്നു എന്നും പുണ്യം നൽകും ജന്മം തോറും വന്നു എന്നും പുണ്യം നൽകും
നേരം മൗനം ഉള്ളിൽ സ്വരമായി മാറും നേരം സഖി നിന്നെ നോക്കി തെന്നൽ സ്തുതിയൊന്നു പാടുമ്പോൾ സഖി നിന്നെ നോക്കി തെന്നൽ സ്തുതിയൊന്നു പാടുമ്പോൾ പുളിനം പൂവും നിനക്കായി ഞാൻ മണ്ണിൽ പതിർമാറി പെയ്യും നേരം മൗനം ഉള്ളിൽ സ്വരമായി മാറും നേരം നീ എന്നുള്ളിൽ കാവ്യങ്ങൾ എഴുതുമ്പോൾ മിഴിയാലെ നീ എന്നുള്ളിൽ കാവ്യങ്ങൾ എഴുതുമ്പോൾ മായാത്ത വർണ്ണം കൊണ്ട് ചിത്രങ്ങൾ എഴുതുന്നു മാനം മണ്ണിൽ കതിർമാറി പെയ്യും നേരം മലർച്ചൂടി നിൽക്കും അഴകേ കുളിർക്കോരി നിൽക്കും പ്രിയതേ മാല എടുക്ക എടുക്കടി മാല എടുക്കാൻ സമയം കളാതെ മാല എടുക്കടി അയ്യോ അടിക്കാനാളെ
ഇതുവരെ എഴുന്നേറ്റില്ലേ? സമയം എത്രയെന്ന് അറിയാമോ? ചേച്ചി എന്തിനാ കരയുന്നത്? എനിക്ക് എന്താ ചേച്ചി? ദേവി, എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. എന്റെ ഇടത്തെ കാലം കൈയും എടുക്കാൻ പറ്റുന്നില്ല. ചേച്ചി, എനിക്ക് നടക്കാൻ കഴിയുന്നില്ല. അമ്മ, അണ്ണ, എന്താ ദേവി? ചേച്ചിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. ഇടത്തെ കൈയും കാലും അനക്കാൻ പറ്റുന്നില്ല. ഞാൻ പോയി ഡോക്ടർക്ക് ഫോൺ ചെയ്യാം. ഹലോ, ഡോക്ടർ തോമസ് അല്ലേ? ഞാൻ ദേവിയാണ്, തമ്പിയുടെ അനിയത്തി. കാലത്ത് ചേച്ചി ബാത്റൂമിൽ നിന്ന് പുറത്തു വരുമ്പോൾ വീണു. ഡോക്ടർ ഉടൻ മരണം. ഗൗരി എന്നോട് ക്ഷമിക്കൂ. എല്ലാം അറിഞ്ഞിരുന്നിട്ടും ഞാനാണ് തെറ്റ് ചെയ്തത്. അങ്ങനെ പറയരുത്, ഇതെന്റെ വിധിയാണ്. ഗൗരി, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറന്നുവല്ലേ? എന്തായാലും സംഭവിച്ചു. ഇനിയെങ്കിലും ശ്രദ്ധ വേണം. തുടർച്ചയായ ട്രീറ്റ്മെന്റ് കൊണ്ട് ഭേദമാക്കാം. ഞാൻ കുറിച്ചു തരുന്ന മരുന്നുകൾ കൃത്യമായി വാങ്ങിക്കൊടുക്കണം. എങ്കിൽ അസുഖം ഭേദമാകും. തമ്പി വരൂ. തമ്പി സാറേ, തമ്പി സാറേ. ആര്? പൊടിയനോ? എന്താ പൊടിയാ? ചേച്ചിക്ക് സുഖമില്ലാത്തത് കൊണ്ട് വീട്ടുവേലയ്ക്ക് ആളില്ലല്ലോ. ഇവള് നല്ലതുപോലെ വീട്ടുവേല ചെയ്യും. എന്റെ വേണ്ടപ്പെട്ട പെണ്ണാ, പേര് മേരി. തക്കതായ സമയത്ത് എന്നെ പൊടിയെണ്ണ മേരിയെ കൊണ്ടുവന്നു. വളരെ ഉപകാരം. ദേവി, മേരിക്ക് വീടൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. വരൂ. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. Today we are going to study about Mahatma Gandhi, father of the nation. Mohandas Karamchand Gandhi is well known all over the world as Mahatma Gandhi. He is the greatest man of all times. Gandhi as the foremost leader of the mighty time which freed India from foreign rule. So we call him the father of the nation. His life was guided by the principles of truth and non-violence, by thoughts, word and deed. Gandhi is also... എന്താ പിന്നെ? എന്താ താമസിച്ചത്? എന്തിനാ കുട്ടി കരയുന്നത്? കാര്യം പറയൂ. ടീച്ചർ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ താമസിച്ചു. വഴിക്ക് വെച്ച് രണ്ടുപേർ വന്നിട്ട് മാല പൊട്ടിച്ചെടുത്തു. ബീന വരൂ, കരയാതെ. നമുക്ക് പ്രിൻസിപ്പലിന്റെ അടുത്ത് പോവാം. സാർ, ബീനയുടെ മാല സ്കൂൾ ഗേറ്റിനകത്ത് വെച്ച് രണ്ടുപേർ പൊട്ടിച്ചെടുത്തു. ഉടനെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യണം. ഹലോ. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? അതെ. ഇത് വേലായുധ പണിക്കർ മെമ്മോറിയൽ ഹൈസ്കൂൾ, വെള്ളറടിയിൽ നിന്നാണ്. ഇവിടെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ബീന എന്ന കുട്ടിയുടെ മാല സ്കൂൾ ഗേറ്റിനടുത്ത് വെച്ച് രണ്ടുപേർ പൊട്ടിച്ചുകൊണ്ടുപോയി. ഉടൻ അന്വേഷിക്കണം. ഉടനെ വരാം. ആ. ഇതാണല്ലേ സംഭവം? ബീന ആരാണ്? ഇതാണ്. എന്തായിരുന്നു നടന്നത്? ഞാൻ സ്കൂൾ ഗേറ്റിനടുത്ത് എത്തിയപ്പോ 2 റൗഡികൾ വന്നു. ഒരുവൻ എന്നെ പിടിച്ചു വെക്കുകയും മറ്റൊരു എന്റെ മാല പൊട്ടിച്ചെടുക്കുകയും ചെയ്തു. അവരെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. കണ്ടാൽ അറിയുമോ? അറിയും. അവർ കാണാൻ എങ്ങനെയിരിക്കും? വളരെ തടിച്ചവരാണ്. അന്വേഷിച്ച് വേണ്ട നടപടി എടുക്കാം. കമോൺ. മേരി,
ചേച്ചിക്ക് ആഹാരവും മരുന്നും കൊടുത്തോ? കൊടുത്തു ചേച്ചി. ചേച്ചിക്ക് ആഹാരം എടുക്കട്ടെ? വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. എനിക്ക് വേണ്ട മേരി. എനിക്കൊന്നും വേണ്ട മേരി. ഇതെങ്കിലും കഴിക്കും. വേണ്ട. കൊന്നുകളെ ഞാൻ. ഇവിടെ എന്തോ വേണം? ഇവിടെ ഡിക്കേഷൻ ചായ. ഇപ്പൊ തരാം. ഇവിടെ എന്താടാ ചാരം കേട്ടോ? പച്ചവെള്ളമാണ് വരുന്നത്. ഇനിയുണ്ടാ? ഇല്ലേ? എന്നാ കണ്ടു. ഓം സച്ചു മാഗനാസി കല്ലാടി പുഷ്ടി ദശി ബോടകം സർഭഗനാസ്യം ചിമ്പൽ 18 സ്വാഹ. ഇത് കഴുകിയിട്ട് 3 കൊല്ലമായി. ഇത് കഴിഞ്ഞിട്ട് 3 കൊല്ലമായി. അടുക്കളയിൽ ജോലി ഉണ്ടായിരുന്നു. ഇവിടെ ആഹാരമൊന്നുമില്ല. ദാ അവിടെ കിടപ്പുണ്ട്, അവളോട് ചെന്ന് ചോദിക്കും. വിശക്കുന്നു. പോകാൻ പറഞ്ഞില്ല എന്നോട്.
മോളെ കരയുന്നത്? മേരി എന്നെ തല്ലി. മേരി എന്തിനാ കുട്ടികളെ തല്ലിയത്? ഞാൻ ആരെയും തല്ലിയില്ല. കുട്ടികൾ കള്ളം പറയില്ല. എന്നാ തല്ലി, ഇനിയും തല്ലും. നീ എന്ത് ചെയ്യും? നീ എന്താ പറഞ്ഞത്? ഇനിയും തല്ലുന്നോ? എന്താടി ദേവി, എന്താ ഇവിടെ? അണ്ണ, ഇവൾ കുട്ടികളെ വളരെയധികം ഉപദ്രവിക്കുന്നു. ഇപ്പോൾ എന്റെ മുന്നിൽ വെച്ച് ലല്ലുവിനെ തല്ലിയിരിക്കുന്നു. ഇവളെ ഇനി ഒരു നിമിഷം ഇവിടെ നിർത്താൻ പാടില്ല. ഉടൻ പറഞ്ഞു വിടണം. മേരിയെ പറഞ്ഞുവിടാൻ പറ്റില്ല. നിങ്ങൾ ആരും അവളെ ഉപദ്രവിക്കായിരുന്നാ മതി. എന്റെ അണ്ണനാണ് ഇത് പറയുന്നത്. അപ്പോൾ അണ്ണന് നമ്മുടെ കുട്ടികളെക്കാൾ വലുത് ഈ വേലക്കാരിയാണോ? നമ്മൾ ആരുമല്ലേ അണ്ണന്? അണ്ണൻ ഇവിടെ ഇറക്കി വിടുന്നുണ്ടോ? അത് ഞങ്ങൾ ഇറങ്ങണോ? ഇല്ല, മേരിയെ പറഞ്ഞുവിടാൻ പറ്റുകയില്ല. ഇതൊക്കെ കാണാൻ കഴിയാത്തവർക്ക് പോകണമെങ്കിൽ പോകാം. ഇനി നീ ഒന്നും സംസാരിക്കണ്ട. എല്ലാം ഞാൻ കേട്ടുകൊണ്ടിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ക്ഷമിക്കാം, ഇതെന്റെ വിധിയാണ്. ചേച്ചി അങ്ങനെയൊന്നും വേണ്ട. ദേവി ഒന്നും സംസാരിക്കണ്ട. എല്ലാം എനിക്കറിയാം. എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഇവിടെ കഴിയാം. ചേച്ചിയുടെ ഇഷ്ടം പോലെ. തമ്പി സാറേ, മേരിക്ക് വേണ്ടി സാറിന്റെ കുടുംബത്തെ ഉപേക്ഷിക്കണ്ട. ഞാൻ മേരിയെ വിളിച്ചോണ്ട് പൊയ്ക്കോളാം. ഒടിയൻ നമ്മുടെ കുടുംബകാര്യത്തിൽ ഇടപെടണ്ട. മേരി ഇവിടെ തന്നെ നിൽക്കും. അതെന്റെ തീരുമാനമാണ്. മേരി വാ. നാളെ കാണാം. എടി, നീ ഇന്നലെ വന്ന ജോലിക്കാരി. നീ എന്നെ പഠിപ്പിക്കാൻ വരുന്നോ? മാറി നിൽക്കടി. എന്താ ഇവിടെ? അണ്ണ, അണ്ണന് ബോധമുണ്ടോ? ഇവൾ ഇന്നലെ ലല്ലുവിനെ തല്ലി. ഇന്ന് ചിത്രയെ ചൂടുവെള്ളം ഒഴിച്ചു. ഇവളെ വെച്ചത് കുട്ടികളെ നോക്കാനാണ്. അണ്ണന്റെ പോക്ക് ശരിയല്ല. ഇനിയെങ്കിലും കുറച്ച് ബുദ്ധി വേണം. ചേച്ചി കിടപ്പിലാണ്. എത്ര പറഞ്ഞാലും അണ്ണൻ അതിനെപ്പറ്റി ചിന്തയില്ല. ദേവി, ഇപ്പൊ അതിനെപ്പറ്റി സംസാരിക്കണ്ട. നാളെ രാവിലെ സംസാരിക്കാം. ഇപ്പൊ പൊയ്ക്കോ. ഇല്ല, എനിക്ക് ഇതിനൊരു അവസാനം കാണണം. അണ്ണൻ ഇവിടെ പുറത്താക്കുന്നോ? അത് ഞങ്ങൾ ഇറങ്ങണോ?
ചേച്ചി വിഷമിക്കണ്ട. ക്ഷേത്രത്തിന്റെ അനുഗ്രഹം കൊണ്ട് കുടുംബ വീട്ടിൽ വന്നു ചേർന്നു. എനിക്ക് സന്തോഷമേ ഉള്ളൂ. ചേച്ചിയുടെ പേരിനാണ് എല്ലാ സ്വത്തുക്കളും വാങ്ങിയിരിക്കുന്നത്. ചേച്ചി അറിയാതെ അതിലൊന്നും അണ്ണന് ചെയ്യാൻ പറ്റില്ല. തിയേറ്റർ കളക്ഷൻ മാത്രമേ അണ്ണന് തോന്നിയതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ. ചേച്ചി ഉറങ്ങിക്കോളൂ. മര്യാദക്കൊക്കെ നിക്കണം. ഒടിയണ്ണ, ഇതാരാണ്? എന്റെ രണ്ടാമത്തെ ഭാര്യ സുന്ദരിയുടെ അനിയനാണ്. ഓ. എല്ലാവരോടും വളരെ സ്നേഹമുള്ളവനാണ് ഇവൻ. ഇനി മുതൽ നിങ്ങളുടെ സഹായത്തിനായി ഇവൻ ഇവിടെ നിൽക്കട്ടെ. ഒടിയണ്ണന്റെ ഇഷ്ടം പോലെ. പേരെന്താണ്? കോമളൻ. ആ, ഇനി മുതൽ നീ ഈ വീട്ടിലെ ഒരുത്തനാണ്.
ഇവരോട് നല്ല രീതി പെരുമാറണം. ശരി അളിയ. ആ എന്നാ ഞാൻ ഇറങ്ങട്ടെ. ചേച്ചി എടുക്കണ്ട, ഞാൻ എടുത്തോളാം. ഇനി മുതൽ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാം. ഇതെവിടെ വെക്കണം എന്ന് പറഞ്ഞാൽ മതി. അകത്ത് വെച്ചേക്കോ. റെഡിയായോ? റെഡിയായി ചേച്ചി. ലല്ലു ചേച്ചി പുറത്തു വരികയാണ്. ചേച്ചി എന്താ വല്ലായിരിക്കുന്നു? എനിക്ക് നല്ല തലവേദന. ഞാൻ പോയി മരുന്ന് വാങ്ങിയത്. ഞാനെങ്ങനെ ഇവിടെ വന്നു? ഇത് എസ്റ്റേറ്റ് ആണ്. നടന്നു വന്ന ദേവിക്ക് ഓർമ്മയില്ലേ? ഇരിക്കും. ദേവിക്ക് എന്ത് പറ്റി? എന്റെ പൊന്നു സാറേ, സാറാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. രവി സാർ, ഞങ്ങളുടെ കുടുംബം ആകെ തകർന്നു. അണ്ണൻ ഞങ്ങളെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി. ഞങ്ങൾ തിരികെ കുടുംബ വീട്ടിൽ വന്നു. ചേച്ചിയെയും കുട്ടികളെ അവിടെ ആക്കിയ ശേഷം ഞാൻ സ്കൂളിൽ പോയി. നല്ല തലവേദന ആയതുകൊണ്ട് ലീവ് എടുത്ത് ഞാൻ നേരെ പൊടിയണ്ണന്റെ വീട്ടിൽ പോയി. പൊടിയണ്ണന്റെ അളിയൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. എനിക്ക് തലവേദന സഹിക്കാനാവാത്ത കണ്ട് അയാൾ മരുന്ന് വാങ്ങാൻ പോയി. ദാഹം മൂലം അവിടെ ബെഞ്ചിനടിയിൽ കണ്ട കുപ്പിയിലെ വെള്ളം ഞാനെടുത്ത് കുടിച്ചു. മറ്റൊന്നും എനിക്ക് ഓർമ്മയില്ല. രവി സാർ, എനിക്ക് മനസ്സിന് വളരെ പ്രയാസമുണ്ട്. ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ ചേച്ചിയുടെ 2 കുട്ടികളെ ഓർത്താണ്. മൂത്ത കുട്ടി ലല്ലു ജനിച്ചപ്പോൾ പ്രീ ഡിഗ്രി ഫസ്റ്റ് റാങ്കിൽ ഞാൻ പാസ്സായി. ചിത്ര ജനിച്ച് 7-ാം ദിവസം കേരള സംസ്ഥാനത്തിൽ BA ഫസ്റ്റ് റാങ്കിൽ പാസ്സായ റിസൾട്ട് പുറത്തു വന്നു. ഈ 2 കുട്ടികളും എൻ്റെ 2 കണ്ണുപോലെയാണ്. ലല്ലു ഇടത്തേ കണ്ണും ചിത്തിര വലത്തേ കണ്ണും. ദേവി വിഷമിക്കാതെ, ധൈര്യമായി പൊയ്ക്കോളൂ. ആണുങ്ങളെക്കാൾ ധൈര്യമുള്ള ആളാണ് ദേവി. പെണ്ണായി ജനിച്ചുവെന്ന് മാത്രം ദേവി ധൈര്യം കൈവിടരുത്. ഞാൻ ഇനി കാണുമ്പോൾ പഴയ ധൈര്യം കാണണം. സാറ് പറഞ്ഞത് ശരിയാണ്. പെണ്ണായി ജനിച്ചാൽ ജീവിതത്തിൽ 3 ഘട്ടങ്ങളുണ്ട്. പ്രായപൂർത്തിയാകുന്നത് വരെ ജീവിതത്തിന്റെ ആദ്യ ഘട്ടം. പ്രായപൂർത്തിയായ പെണ്ണിനെ സുരക്ഷിതമായി ഒരു പുരുഷനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നത് വരെ 2ാം ഘട്ടം. വിവാഹം കഴിഞ്ഞ് സന്തോഷമായി ജീവിതം നയിക്കുന്നതാണ് സ്ത്രീയുടെ 3ാം ഘട്ടം. ഇതിൽ ഒരു പിഴവ് സംഭവിച്ചാൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എനിക്ക്
വിവാഹം കഴിക്കാതെ ജീവിക്കുന്നതാണ് ഇഷ്ടം. വണ്ടി കണ്ടില്ലല്ലോ. അവിടെയുണ്ട്. ആ വരട്ടെ. ശരി. അസുഖം കുറവുണ്ട്. മരുന്നുകൾ കൃത്യമായി കൊടുത്താൽ ഭേദമാകും. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിക്കോളാം. ശരി, വരട്ടെ. ദേവി, ഒടിയണ്ണനോ? വരൂ, ഇരിക്കും. വേണ്ട. എന്താ വിശേഷം? വിശേഷമുണ്ട്. അല്പപ്രയാസമുണ്ടാക്കുന്ന വിശേഷമാണ്. എന്തു പറ്റി? എന്തുണ്ടെങ്കിലും പറയൂ. തമ്പി സാറിന് ഗൗരി ചേച്ചിയുടെ വീട് വേണമെന്ന്, എത്രയും പെട്ടെന്ന് അതിന്റെ പ്രമാണം കൊടുക്കണമെന്നും പറഞ്ഞു. തിയേറ്റർ കളക്ഷനൊക്കെ ഉണ്ടല്ലോ. തിയേറ്റർ കളക്ഷനൊക്കെ വരുന്നുണ്ട്, പക്ഷേ വീട് വേണം. ചേച്ചിയുമായി ആലോചിച്ചിട്ട് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. പൊടിയണ്ണം പൊയ്ക്കോളൂ. ഓ, ചേച്ചി, അണ്ണൻ പൊടിയണ്ണനെ പറഞ്ഞയച്ചിരുന്നു. എന്തിനാ? അണ്ണൻ വളരെ ദേഷ്യത്തിലാണെന്നും അതിനാൽ ചേച്ചിയുടെ വീട് നൽകണമെന്നും. ചേച്ചി എന്തു പറയുന്നു? ചേട്ടനുള്ളതല്ല, എനിക്കുള്ളതല്ലേ. എന്റെ വീട് കൊണ്ട് ചേട്ടന്റെ കഷ്ടതകൾ മാറുമെങ്കിൽ അത് തന്നെ നടക്കട്ടെ. ദേവി, വീടിന്റെ പ്രമാണം എടുത്തു കൊടുക്കൂ. കോമള, അപ്പുറത്ത് പോയി കളിക്കും. ഈ പ്രമാണം അണ്ണന്റെ കൈ കൊണ്ട് കൊടുക്കൂ. ഇപ്പൊ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാന്നുള്ളതുകൊണ്ട് ഞാനും ചോദിച്ചിട്ട് ചേച്ചി, എന്തിന് തമ്പി സാറിനെ സഹായിക്കണം? കോമള, ചേച്ചിയും അണ്ണനും കുട്ടികളും എനിക്ക് ജീവനാണ്. ഇവരിൽ ആര് വേദനിച്ചാലും എനിക്ക് സഹിക്കില്ല. എല്ലാം ശരിയാകും. ഇത്രയും സ്നേഹനിധിയായ ഒരു സഹോദരി ലഭിച്ചതിന് തമ്പി സാറ് തപസ് ചെയ്യണം. ഞാൻ വരട്ടെ ചേച്ചി. തമ്പി സാറേ. ആരാ? ഞാൻ കോമളൻ. തമ്പി സാറുണ്ടോ? എന്താ കാര്യം? പറയൂ. അത് തമ്പി സാറിനോട് പറയാം. ചേട്ടാ, ചേട്ടാ. ആര്? കോമളനോ? അപ്പോ മറന്നിട്ടില്ല. ഞാൻ വിചാരിച്ചു മറന്നു കാണുമെന്ന്. ഇതാ ഗൗരി ചേച്ചിയുടെ ഈ വീടിന്റെ പ്രമാണം. ഞാൻ പോകുന്നു. മേരി, മേരി, എന്താ ചേട്ടാ? ഗൗരിയുടെ വീട് ഇപ്പോൾ എന്റെ കയ്യിൽ. അപ്പോൾ എനിക്കില്ല, ഞാനിപ്പോഴും അന്യ. എടി കള്ളിപ്പെണ്ണേ, എന്റെതെല്ലാം നിനക്കുള്ളതല്ലേ. ഇതെല്ലാം നിന്റെ പേരിൽ മാറ്റാൻ പോകുന്നു. എന്താ പോരെ? അപ്പോ എന്നോട് അത്രയ്ക്ക് സ്നേഹമാണ്? പിന്നെ നീ എന്റെ ജീവനല്ലേ. ആദ്യമായി കാർ വാങ്ങണം. അതിനെന്താ, വാങ്ങാമല്ലോ. ഡ്രൈവറായി എന്റെ ബന്ധുവിനെ വെക്കണം. എല്ലാം നിന്റെ ഇഷ്ടം. അമ്മേ, നിങ്ങളെപ്പോലെ ആകണം. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ദേവി IAS ആയി. വളരെ സന്തോഷം.
ഇരിക്കൂ. അമ്മാവ, രാവിലെ എന്താ കാപ്പി? ചപ്പാത്തി. രണ്ടുപേർക്കും കൊണ്ടുവരും. ചപ്പാത്തി എവിടുന്ന? അപ്പുവിന്റെ ഒരു സുഹൃത്താണ് ഈ അമ്മാവൻ. ഓ, അമ്മാവന്റെ വീട്ടിലുണ്ടാക്കുന്ന ആഹാരം എനിക്ക് കൊണ്ടു തരും. സാറിന് വിവാഹം കഴിച്ച് സന്തോഷമുള്ള ഒരു കുടുംബജീവിതം നയിച്ചൂടെ? എനിക്ക് താല്പര്യമില്ലാത്ത കാര്യത്തെക്കുറിച്ച് ദേവി സംസാരിക്കരുത്. എന്റെ അപ്പുവിന്റെ ദത്തുപുത്രനാണ് ഞാൻ. ഇത്രയും സ്വത്തുക്കൾ അപ്പുവിനുണ്ടായിട്ടും അതെല്ലാം എന്റെ പേരിൽ എഴുതി വെച്ചിട്ട് അപ്പു കാശിക്ക് പോയി. സമയം ഏറെയായി. കാപ്പി കുടിച്ചിട്ട് പോവാം. കഴിച്ചോളൂ. എന്തോന്നാടാ അവിടെ? മര്യാദക്ക് സിനിമ കാണാൻ വയ്യേ? പെണ്ണുങ്ങൾ ഇരിക്കുന്നിടത്ത് ആണുങ്ങൾ ഇരിക്കാൻ പാടില്ല. എണീക്കണം അവിടെ നിന്ന്. എണീക്കണം. എന്തിനാ തിയേറ്റർ ബഹളം വെക്കാൻ പോയത്? ദേവി ഒരു IAS കാരിയല്ലേ? ഇതൊക്കെ മോശമായ കാര്യങ്ങളല്ലേ? എവിടെ അടി നടന്നാലും ഞാൻ കണ്ട തിരിച്ചടിക്കും. എന്നാ നമുക്കൊന്ന് നോക്കാം. നോക്കാം. അയ്യോ, ഏയ്, പ്രിയമുള്ള ദേവി നിൻ കോവിൽ തേടി വന്നു ഞാൻ നിന്റെ ആരാധകൻ. പ്രിയമുള്ള ദേവി നിൻ കോവിൽ തേടി വന്നു ഞാൻ നിന്റെ ആരാധകൻ. നിന്നെ കണ്ടു എന്റെ ഹൃദയം മന്ത്രം ചൊല്ലും ധന്യ നിമിഷം. നിന്നെ കണ്ടു എന്റെ ഹൃദയം മന്ത്രം ചൊല്ലും ധന്യ നിമിഷം.
ചാത്താനേതോ മോഹമെന്നിൽ. പ്രിയമുള്ള ദേവാ, അനുഗ്രഹം വാങ്ങാൻ വന്നു വിമുഖം നിൻ തിരുമുമ്പിൽ ഞാൻ. മംഗല്യകാലം പേറും സുമകന്യകൾ, മംഗല്യകാലം പേറും സുമകന്യകൾ, സൗവർണനാളം നീട്ടും തളിപ്പന്തലിൽ പ്രിയമുള്ള ദേവി നിൻ കോവിൽ തേടി വന്നു ഞാൻ നിന്റെ ആരാധകൻ. പ്രിയമുള്ള ദേവാ, അനുഗ്രഹം വാങ്ങാൻ വന്നു വിമുഖം നിൻ തിരുമുമ്പിൽ ഞാൻ. നീ മിടിക്കുന്നില്ല. ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല രീതിയിൽ തമ്പിയുടെ വീട് നീ തട്ടിയെടുത്തു. എന്റെ മിടുക്ക് അപാരം തന്നെയാണ്. നീ ഞാൻ തട്ടിയെടുത്തു എന്നല്ല, നമ്മൾ തട്ടിയെടുത്തു. ഇനി അയാൾ പരിപാടി തന്നെ. ഇങ്ങോട്ട് അകത്തോട്ട് വാ. നീ എന്നെ വഞ്ചിക്കുകയായിരുന്നു. എന്നെ പെരുവഴിയിലാക്കിയിട്ട് നീ അങ്ങനെ ജീവിക്കാൻ നോക്കണ്ട. നിന്നെ ഞാൻ എന്റെ ദേഹത്ത് കഴിയാനുള്ള യോഗ്യത നിൽക്കില്ല. എനിക്ക് നീ പോരാ. ഇതെന്റെ പഴയ ആളാ. കടന്നു പോകാൻ. എനിക്ക് സാറിനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയൂ. ഇന്ന് അണ്ടർ സെക്രട്ടറിയായിട്ട് ജോയിൻ ചെയ്യാൻ ഓർഡർ വന്നിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ എനിക്കെന്തോ താല്പര്യം തോന്നുന്നില്ല. സ്കൂളിലെ ജോലി തുടരാനാണ് ആഗ്രഹിക്കുന്നത്. ചേച്ചിക്കും അതൊരാശ്വാസമാണ്. ദേവി, ഇത് ഗവൺമെന്റ് ഓർഡറാണ്. ദേവി അണ്ടർ സെക്രട്ടറി ആയിട്ട് ജോയിൻ ചെയ്യാതിരിക്കുന്നത് ശരിയല്ല. അമ്മാവാ, താക്കോല് വരും. ദേവി ഈ താക്കോല് വെച്ചുള്ളൂ. എപ്പോൾ വേണമെങ്കിലും നിനക്കിവിടെ വരാം. ഈ കാർ എടുത്തുകൊണ്ട് സെക്രട്ടേറിയറ്റ് പോകും. ഹലോ, SP ആണ്. ജീപ്പ് അയക്കും. സാർ പറഞ്ഞിരിക്കാം. ആ,
താക്കോൽ. വരട്ടെ. ശരി. പൊടിയാ? പൊടിയൻ ഫിലിം ബോക്സ് എടുക്കാനായി തിരുവനന്തപുരത്ത് പോയിരിക്കുകയാണ്. അളിയോടെ വന്നിരുന്നപ്പോ സാർ നല്ല ഉറക്കമായിരുന്നു. സാറെന്ത് വിഷമിച്ചിരിക്കുന്നത്? മേരി ഇല്ലാതെ എനിക്ക് ഒരു സുഖവും. ഞാനൊരു കാര്യം പറഞ്ഞു. അളിയൻ പോകുമ്പോ ബേബിക്ക് ഫോൺ ചെയ്യാൻ എന്നോട് പറഞ്ഞു. ചെയ്തോ. ഹലോ, ആരാ? ഹലോ, ബേബി ഉണ്ടോ? ഞാൻ പൊടിയൻ, തിയേറ്ററിലെ മാനേജറാണ്. പൊടിയൻ സാറാണോ? ബേബി ഇവിടെ ഇല്ല, ഒരു ഫംഗ്ഷന് പോയിരിക്കുക. ഇന്നലെ തിയേറ്ററിൽ നടന്ന സംഭവങ്ങളെല്ലാം എന്നോട് പറഞ്ഞു. എന്റെ അനുജത്തിയെ നിങ്ങളും ബോസും ചേർന്ന് രക്ഷപ്പെടുത്തി. ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഇന്നലെ ഞാൻ ഉറങ്ങിയില്ല. ഇന്ന് നമ്മുടെ വീട്ടിലൊരു പാർട്ടിയുണ്ട്. സാറിനെയും ബോസിനെയും എന്റെ വീട്ടിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. സാർ എപ്പോ വരും? പച്ച ക്ലോസ് ചെയ്തിട്ട് ഞാനും ബാസും. ശരി. അവിടെ പൊടിയനില്ലെങ്കിൽ പൊടിയന്റെ അളിയനുണ്ട്. സാറിന് കിട്ടിയ ഒരു ഭാഗ്യേ.
അമ്മാവൻ സ്റ്റേഷനിലേക്ക് വിളിക്കും. പുതിയ ഇൻസ്പെക്ടർ വന്നു എന്ന് റൈറ്ററോട് ചോദിക്കൂ. ശരി. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? ഇത് എസ്.പിയുടെ വീട്ടിൽ നിന്നാണ്. പുതിയ ഇൻസ്പെക്ടർ വന്നിട്ടുണ്ടോ? ശരി. ആ, ഇരിക്കും. 4-5 കേസ് പെൻഡിങ്ങിലിരിക്കുകയാണ്. നേരത്തെയുള്ള ഇൻസ്പെക്ടർ ശരിയല്ല. അതുകൊണ്ടാണ് DIGയോട് പറഞ്ഞ് നിങ്ങളെ അപ്പോയിന്റ് ചെയ്തത്. കേസ് ഫയൽ നമ്പർ 7 കേസ് ഉടനെ കണ്ടുപിടിക്കണം. വെള്ളറട വേലായുധ പണിക്കർ മെമ്മോറിയൽ ഹൈസ്കൂളിലെ ഒരു കുട്ടിയുടെ മാല 2 മാസത്തിനു മുമ്പ് 3-4 റൗഡികൾ കട്ട് ചെയ്ത് കൊണ്ടുപോയി. ആ സ്കൂളിലെ മാനേജർ, അതായത് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, പെറ്റീഷൻ അയച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് കണ്ടുപിടിക്കണം. DIG എന്നോട് പല പ്രാവശ്യം ഫോൺ ചെയ്ത് അന്വേഷിക്കുന്നു. അതുടനെ ശരിയാക്കണം. ഓക്കെയുള്ളൂ. ആ, നിൽക്കൂ. ഇവിടുത്തെ സിനിമാ തിയേറ്റർ പ്രൊപ്പറേറ്റർ മിസ്റ്റർ തമ്പിയുടെ വീട് ആറാട്ടുകുഴിയാണ്. അദ്ദേഹത്തെ കണ്ട് ഞാൻ വരാൻ പറഞ്ഞതായി പറയണം. ശരി സർ. സിവിൽ ഡ്രസ്സിൽ പോയാൽ മതി. നിങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണെന്ന് പറയണം. ശരി. ശരി സർ. ഇഷ്ടപ്പെടുന്നു. ശാന്തിക്ക് വേറെ ആരുമില്ലേ? ഞാൻ എറണാകുളത്ത് ഷീല ഹോട്ടലിൽ ക്യാബ്ര ഡാൻസർ ആയിരുന്നു. അപ്പോൾ ഒരു പ്രായം ചെന്ന ആൾ എന്നെ സ്നേഹിക്കുകയും തുടർന്ന് ഇവിടെ കൊണ്ടുവന്ന് ഈ വീട് എന്റെ പേരിൽ എഴുതി തരികയും ചെയ്തു. മസ്കറ്റിൽ നിന്നും ടെലിഗ്രാം വന്നപ്പോൾ അദ്ദേഹം മസ്കറ്റിലേക്ക് പോയി. അതിനുശേഷം 1 മാസം 5000 രൂപ അയച്ചു തന്നു. 3 മാസമായി കാശൊന്നും വരുന്നില്ല. അതിനെന്താ, എല്ലാം ഞാൻ ശരിയാക്കാം. എന്താ സാർ? തമ്പി ഒന്ന് കാണണം. സാർ ഇരിക്കൂ, ഞാൻ അദ്ദേഹത്തെ വിളിക്കാം. ആ, പുതിയ SI സാറിനെ കാണാൻ വന്നിരിക്കുന്നു. ഇരിക്കാൻ പറയും. എന്താ സാർ കാര്യം? SP വീട്ടിൽ ചെന്ന് കാണാൻ അദ്ദേഹം പറഞ്ഞു. ശരി. എന്താ വല്ലാതെ? പഴയ മുഖ ഐശ്വര്യമൊന്നും ഇപ്പൊ ഇല്ലല്ലോ. നിങ്ങളുടെ ഭാര്യയുടെയും കുട്ടികളുടെയും ഭാഗ്യം കൊണ്ടും അങ്ങയുടെ അനുജത്തിയുടെ ഐശ്വര്യവും കൊണ്ട് വീടും സ്വത്തുക്കളും കിട്ടി.
വീട്, ജോലിക്ക് നിൽക്കുന്ന സ്ത്രീക്ക് നിങ്ങൾ ദാനം ചെയ്തു. നിങ്ങളെ വിലക്കാൻ ആരുമില്ല. ഇനിയെങ്കിലും ഉള്ള സ്വത്തുക്കൾ കൊണ്ട് നല്ലവണ്ണം ഭാര്യയോടും കുട്ടികളോടും കൂടി ജീവിക്കണം. അതിനാണ് നിങ്ങളെ വിളിപ്പിച്ചത്. എന്റെ അടുത്തൊന്നും പറയണ്ട, എല്ലാം എനിക്കറിയാം. മിസ്റ്റർ തമ്പി, നിങ്ങൾക്ക് കിട്ടിയ ഭാഗ്യം ഈ ഡിസ്ട്രിക്റ്റിൽ ആർക്കും കിട്ടിയിട്ടില്ല. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനോട് ഞാൻ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. മറ്റുള്ള കാര്യങ്ങളിലൊന്നും നിങ്ങൾ ഇടപെടണ്ട. മിസ്റ്റർ തമ്പി, എന്തു പറഞ്ഞാലും നിങ്ങൾ എതിർത്ത് സംസാരിക്കുന്നു. നിങ്ങളുടെ സ്വന്തം സഹോദരി ഈ കേരള സംസ്ഥാനത്തിൽ IAS പാസ്സായി കളക്ടർ പോസ്റ്റിലേക്ക് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേവിക്ക് ഈ ഡിസ്ട്രിക്റ്റിൽ അടുത്ത് തന്നെ കളക്ടർ പോസ്റ്റ് കിട്ടും. എന്റെ സഹോദരി ഒരു പോലീസ് ഓഫീസറുമായി ചുറ്റി നടക്കുകയാണ്. മിസ്റ്റർ തമ്പി, നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയാമോ? ഇപ്പോൾ ഞാൻ വിചാരിച്ചാൽ നിങ്ങളെ ലോക്കപ്പിലിടാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. കാരണം ദേവി എന്റെ ക്ലാസ്മേറ്റാണ്. അവളെപ്പോലെ നല്ലൊരു സ്ത്രീ വേറെയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അവിടെ കിട. നിങ്ങൾക്ക് ധാരാളം വസ്തുക്കളുണ്ടെന്ന് എനിക്കറിയാം. ഇതുവരെ എനിക്കൊന്നും തന്നിട്ടില്ല. എനിക്ക് 10 ഏക്കർ എസ്റ്റേറ്റ് തരൂ. നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. പക്ഷേ എനിക്ക് നീ മാത്രം മതി. ചേച്ചി, ചേച്ചി, അണ്ണൻ വരുന്നു. കോമള, എന്താ? ഞാൻ പറഞ്ഞില്ലേ എല്ലാം ശരിയാകുമെന്ന്. നീ പോയി ലല്ലുവിനെ ചിത്രയും വിളിച്ചിട്ട് വരും. ശരി. അണ്ണ, അണ്ണൻ ഇരിക്കൂ, ഞാൻ ചായ എടുത്തിട്ട് വരാം. ഞാൻ ഇരിക്കാനല്ല വന്നത്. എനിക്ക് എന്റെ കുട്ടികളുടെ 10 ഏക്കർ വേണം. എന്റെ പേരിൽ എഴുതി തരണം. എന്തു പറഞ്ഞു? കുട്ടികളുടെ എസ്റ്റേറ്റ് വേണമെന്നോ? അണ്ണൻ ഇത്രയും ക്രൂരനാകരുത്. ഞാൻ ചോദിക്കുന്ന എന്റെ കുട്ടികളുടെ സ്വത്താണ്. അതെനിക്ക് വേണം, എനിക്ക് കിട്ടണം. ആ വിചാരം ഉണ്ടായിരുന്നെങ്കിൽ അണ്ണൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല. എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് 10 ഏക്കർ വേണം. ഇനിയും നശിപ്പിക്കാനായി ഒരു ചില്ലിക്കാശ് ഞാൻ തരില്ല. മാറി കസത്തെ. മക്കളെ, തമ്പി സാർ, ദയവ് ചെയ്ത് ഈ കുടുംബത്തെ ഉപേക്ഷിക്കരുത്. സാർ കൈവിടിഞ്ഞാൽ ഈ കുടുംബം അനാഥരാകും. എനിക്ക് പോലും നേർവഴി ഉപദേശിച്ചു തന്ന സാർ ഇനിയും നല്ല മനസ്സുകളെ. മാറി നിൽക്കട. എന്നെ ആരും ഉപദേശിക്കണ്ട. ഞാൻ വീണ്ടും വരും. അന്ന് എനിക്ക് സ്വത്തുക്കൾ എഴുതി തന്നില്ലെങ്കിൽ നടക്കുന്നത് വേറെ ആയിരിക്കും. ചേച്ചി കേട്ടോ, അണ്ണൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന്? കുട്ടികളുടെ സ്വത്തുക്കൾ എഴുതി കൊടുക്കണത്രേ. എന്തിനാ ദേവി അദ്ദേഹത്തെ എതിർക്കുന്നത്? ആ സ്വത്ത് നമുക്ക് എഴുതി കൊടുക്കാം. എല്ലാം നശിക്കട്ടെ. ഇനി ഒന്നും കൊടുക്കാൻ പോകുന്നില്ല. ഇനിയും തുടർന്നാൽ നമ്മുടെ കുട്ടികൾ നാളെ ഭിക്ഷക്കാരായി നിൽക്കുന്നത് നമുക്ക് കാണേണ്ടി വരും. സ്വന്തം കുട്ടികളെ പോലും സ്നേഹിക്കാൻ കഴിയാത്ത അയാൾ നമുക്കാരുമല്ല. നമുക്ക് സ്നേഹവും ആദരവും നൽകിയിരുന്ന നമ്മുടെ അണ്ണൻ മരിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ കുട്ടികളെ നമുക്ക് വളർത്തി വലിയവരാക്കണം. ഹലോ ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? SP ഉണ്ടോ? ഞാൻ ദേവിയാണ് സംസാരിക്കുന്നത്. സാറ് വന്നാൽ ഫോൺ ചെയ്യാൻ പറയണം. നമ്പർ 525257. ശരി, പറയാം. ഹലോ, ആരാ? റൈറ്റർ, വരാൻ പറയും. ഈ കാൾ എപ്പോഴാണ് വന്നത്? ആ, ശരി. ഹലോ, ഹലോ, ദേവിയാണ്. ദേവി സാർ, എന്റെ അണ്ണൻ വീട്ടിൽ വന്നിരുന്നു. ആ, 4 മണിക്ക് എനിക്ക് സാറിനോട് സംസാരിക്കണം. എന്താ കാര്യം? ഹലോ, 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 ഹലോ.
നിർത്തോടെ. 2000 രൂപ എടുക്കാം. ആ വേഗാട്ടെ. I am CD officer. താങ്ക് യു. ഹലോ, റൈറ്റർ അല്ലേ? SI വന്നാലുടനെ വൈകുന്നേരം 6 മണിക്ക് 2 കോൺസ്റ്റബിൾമാരെ പുതിയ കളക്ടറുടെ വീട്ടിൽ അപ്പോയിന്റ് ചെയ്യാൻ പറയണം. എനിക്ക് തരാമെന്ന് പറഞ്ഞ സ്വത്ത് എവിടെ? ഉടനെ തന്നെ ശരിയാക്കി തരാം. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. അടുത്ത പ്രാവശ്യം കാണാൻ വരുമ്പോ വസ്തുവിന്റെ പ്രമാണം കൊണ്ടേ വരികയുള്ളൂ. തീർച്ചയാണോ? തീർച്ച. വരട്ടെ. പ്രമാണമില്ലാതെ എനിക്ക് താല്പര്യമില്ല. ഗൗരി, ഗൗരി, ചേട്ടനിരിക്കൂ. ഇപ്പോഴെങ്കിലും കുട്ടികളെ കാണാൻ തോന്നിയല്ലോ. ഈ പ്രമാണത്തിൽ ഒന്ന് ഒപ്പിട്ട് തരൂ. ഒപ്പിട്ട് തരാം. ചേട്ടനിരിക്കൂ. നിങ്ങളുടെ സഹോദരി ദേവി കൂടെ വരട്ടെ, എന്നിട്ട് തരാം. ദേവി ഒന്നും ഇതറിയണ്ട, അവളൊരു അലവലാതിയാണ്. നിങ്ങളാണ് അലവലാതി. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി എല്ലാ സുഖങ്ങളെയും ഉപേക്ഷിച്ചവളാണ് ദേവി. ദേവി എന്റെ അമ്മയെ പോലെയാണ്. എടുക്കടി പ്രമാണം. ഇനിയും നിന്ന് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ തമ്പി സാറേ, എന്റെ തമ്പി സാറ് പോയി. സാർ എന്നെ അറസ്റ്റ് ചെയ്യണം.
ഇതാ ഗവൺമെന്റ് ഓർഡർ. ഇതിൽ സൈൻ ചെയ്ത് തരും. This is Kerala Government Governor order that she is selected as Trivandrum District Collector from today at 5 p.m. Devi IAS. പോലെ